ഇല്ല. ഇത് അമ്മയാണ്. അമ്മയോ? നിങ്ങളെന്താ എടുത്തിരിക്കുന്നത്? ജോണി, ആ വിളക്കെല്ലാം തെളിച്ച്. മക്കളെ, നിങ്ങൾ നല്ലത് കഴിച്ചോ? പീറ്ററെ, നീ ഇങ്ങനെ തളർന്നു പോയാൽ എന്ത് ചെയ്യും? നീയല്ലേ എന്നെ ശക്തിപ്പെടുത്തേണ്ടത്. മരിക്കേണ്ടി വന്നിട്ട് നിന്നെ തള്ളി പറയുന്നു എന്ന അഹങ്കാരത്തോടെയാണ് ഞാനത് പറഞ്ഞത്. എന്നിട്ട് വേലക്കാരൻ പെണ്ണിന് മുന്നിൽ ഞാൻ വീട് പോയവേ. ആരാണോ വീണത്? ഈശ്വരന്റെ ദൗർഗത്യത്തിന്റെ കഥ പറഞ്ഞേ. നീ എന്തൊക്കെ ചെയ്താലും സാരയില്ല, വീട്ടിലേക്ക് തിരിച്ചു പറയുന്നു പറയാനല്ലേ? എടോ, തന്നെ പാറയിൽ മനുഷ്യരിച്ച് ഇങ്ങനെ പതറല്ലേ? ഞാൻ പതറിപ്പോയമ്മേ. ലാസർ സുഖമില്ലാത്ത കിടപ്പിലാണെന്ന് പറഞ്ഞപ്പോ ഈശോ അവനെ കാണാൻ ആഗ്രഹിച്ചു. അപ്പോ ഇവരെല്ലാവരും പറഞ്ഞതാ, ഇപ്പോ അങ്ങോട്ടേക്ക് പോകണ്ട, ഈശോയുടെ ജീവന് ഭീഷണിയുണ്ട്. പക്ഷെ ഞാൻ ഹീറോയിസം കാണിച്ചു. വാ, നമുക്ക് അവളോടൊപ്പം പോയി മരിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോ അവൻ മാത്രം എന്റെ പൊട്ടബുദ്ധി ഓവർ കോൺഫിഡൻസ് ആണ്. ഈശോ പറഞ്ഞു അങ്ങോട്ട് പോകണ ഒരു കാര്യമുണ്ടായിരുന്നില്ല. തോമസിനെ കേൾക്കണം. ഈശോ ജനിച്ചപ്പോൾ അവനെ കാണാൻ 3 ജ്ഞാനികൾ വന്നിരുന്നു. അവരിൽ ഒരാൾ കൊണ്ടുവന്ന സമ്മാനം എന്താണെന്നറിയോ? വീര. ഒരു കുഞ്ഞിന്റെ പിള്ളക്കച്ചയിൽ ആരെങ്കിലും വീറയിടും, അത് ശബ്ദച്ചയിൽ കുറയാനുള്ളതല്ലേ? ജനിച്ചപ്പോ തന്നെ ഭരണത്തിന്റെ സമ്മാനം നേടിയവരാ എന്റെ മോൻ. കുരിശവിടെ കൂടപ്പിറപ്പാണ്. അത് നിങ്ങളുടെ ആരുടെയും തെറ്റല്ല, ദൈവത്തിന്റെ ശരിയാണ്. എന്നാലും ഈശോ നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചു വന്നു. പലതവണ ഈശോ പറഞ്ഞതായിരുന്നു അറസ്റ്റും പീഡനവും ഒക്കെ ഉണ്ടാവണം. പക്ഷെ മരണം എങ്ങനെ കണക്കൂട്ടി നോക്കിയിട്ടും ടാലി ആവുന്നില്ല. എന്റെ മോനെ കണക്കറിയാത്തത് കൊണ്ടല്ലേ നിന്നെ കൂട്ടിക്ക് ചേർത്തത്? എന്തെങ്കിലും അവന്റെ കണക്ക് ശരിയായിട്ടുണ്ടോ? കാനായിലെ മുമ്പിന് 600 ലിറ്റർ വൈനാണ് ഉണ്ടാക്കിയത്. ആ നാട്ടുകാർ ഒരു മാസം മുഴുവനും കുടിച്ചിട്ട് അത് തീർന്നില്ല. അപ്പം വർദ്ധിപ്പിച്ചപ്പോ 12 കുട്ട ബാക്കി വന്നില്ലേ? 1 മണിക്കൂർ പണിയെടുത്തവരും 10 മണിക്കൂർ പണിയെടുത്തവരും ഒരേ കൂലി കൊടുക്കാനല്ലേ അവൻ പഠിപ്പിച്ച്? നമ്മളെ നോക്കുമ്പോൾ പലതിനും യോജിക്കുന്നത്. പക്ഷെ അതാണ് ദൈവരാജ്യത്തിന്റെ ലോജിക്ക്. ദൈവരാജ്യത്തിൽ മുൻകൂട്ടി സീറ്റ് റിസർവ് ചെയ്ത ആളാണ് ഞാനത് അംബീഷ്യസ് ആണ്. അന്ന് ഈശോ ചോദിച്ചതാണ്, ഞാൻ കൊടുക്കുന്ന പാനപാത്രം കുടിക്കാൻ പറ്റുമോ എന്ന്. പാനപാത്രമല്ല, കുടിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ആ പാനപാത്രം മരണമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അവരില്ലാത്ത ഭൂമിയിൽ ഞങ്ങളൊക്കെ എല്ലാം തീർന്നില്ലേ? ഈ സംഭവം ഇതിനു മുൻപ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഈശോയ്ക്ക് 12 വയസ്സ്.
സെൽസിലെ ദേവാലയത്തിലേക്ക് ഒരു യാത്ര നടത്തി. അന്ന് ജോസഫുണ്ട്. കസിൻസും അയൽവാസികളും ഒക്കെ ചേർന്ന് വലിയൊരു സംഘം. ദേവാലയത്തിൽ ഞങ്ങൾ 2 ദിവസം ഉണ്ടായി. നിങ്ങൾക്കറിയാലോ, ദേവാലയത്തിലേക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ വഴിയാണല്ലോ. തിരിച്ചു വരുമ്പോൾ 2 വഴിക്കാവുന്നത്. പൊതുവഴിയിൽ എത്തിയപ്പോഴാണ് മനസ്സിലായി ഈശോയെ കാണാനില്ല. പിന്നെ നെഞ്ചു കിടഞ്ഞൊരു ഓട്ടമാണ്. അപ്പന് ഞാനും കൂടി തിന്നതിലേക്ക് കണക്കില്ല. 3-ാമത്തെ ദിവസം അവനെ കണ്ടിട്ട് അവന് ഞാൻ നന്നായി വഴക്ക് പറഞ്ഞു. അന്ന് അവൻ തന്നൊരു പ്രോമിസ് ഉണ്ട്, ഇനി ഞങ്ങളെ വിട്ടുപോകുന്നത്. മകളെ, എന്റെ മോന് 3 ദിവസത്തിൽ കൂടുതൽ മാറി നിൽക്കാൻ പറ്റില്ല. അവൻ തിരിച്ചു വരും. ഒന്നും തീർന്നിട്ടില്ല, തുടങ്ങാൻ പോകുന്നേ.